നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിന്റെ ആദ്യ ലെഗിലെ പെർഫോമൻസിനെ കുറിച്ചാണ്. PSG 1-0 ഒരു സ്ലൈറ്റ് ലീഡ് ആദ്യ ലെഗിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എവേ മാച്ചിലേക്ക് വരിക, എമിറേറ്റ്സ് പോലെയുള്ള സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഒരു 1-0 റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. PSG ആൻഫീൽഡിൽ വെച്ചിട്ട് ഇതുപോലുള്ള പെർഫോമൻസ് കൊണ്ടുവന്നു. ഇപ്പോൾ എമിറേറ്റ്സിൽ വെച്ചിട്ടും അതുപോലുള്ള പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിലൊക്കെ കൊണ്ടുവരാൻ PSG കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഈ മാച്ചിലേക്ക് വരുമ്പോൾ തോമസ് പാർട്ടേ സസ്പെൻഷൻ കാരണം മിഡ്ഫീൽഡിൽ കളിച്ചിട്ടില്ല. അതുകൊണ്ട് മിക്കാൽ മെറീനോക്ക് മിഡ്ഫീൽഡിലേക്ക് വരേണ്ടി വന്നു. ആദ്യത്തെ ഒരു 30-35 മിനിറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PSG ഒരു പെർഫോമൻസ്, അവര് ഹൈ ഇന്റൻസിറ്റിയോടെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, വളരെ സ്ലിക്ക് ആയിട്ടുള്ള പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. കളി തുടങ്ങി 4ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗോള് അല്ലെങ്കിൽ റിസൾട്ട് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ലെഫ്റ്റ് വിങ്ങിൽ കവർഷീലയുടെ ഒരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ കിടുവായിരുന്നു. പുള്ളിയുടെ മൂവ്മെന്റ്സ് ആയാലും റൺ ആയാലും 1-on-1 ടേക്സ് ആയാലും നല്ല രീതിയിൽ PSG സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ലെഫ്റ്റ് വിങ്ങിലൂടെ പുള്ളി ഒരു ബോൾ കൊണ്ടുവന്ന് കട്ട് ബാക്ക് ചെയ്തിട്ട് ഡെംബലിലേക്ക് പാസ് ചെയ്യാൻ, ഡെംബലിയുടെ റൈറ്റ് വിങ് കോർണറിലേക്കുള്ള ഷോട്ടും കൂടി വന്നതോടെ 1-0 ലീഡിലേക്ക് PSG എത്തുകയും ചെയ്തു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ PSG എഞ്ചിൻ എന്ന് പറയുന്ന അവരുടെ മിഡ്ഫീൽഡ് തന്നെയാണ്. വിറ്റീഞ്ഞ, ജാവോ നവാസൊക്കെ അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡ്, എന്റെ പൊന്നോ, 2 ലിവറൊക്കെ വെച്ചിട്ടാണോ ഇവന്മാർ കളിക്കുന്നതെന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്കും ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്ലേ മേക്കിംഗ് സ്ട്രാറ്റജി തന്നെയാണ് PSG ഈ മത്സരത്തിലേക്ക് കൊണ്ടുവന്നത്. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അവരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പൊസിഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടീമുകൾക്കും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള പൊസിഷനാണ്. പക്ഷേ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പരിധി വരെ PSG സഹായിച്ചതെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ആർസണലിന്റെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങിലുള്ള സാക്കയിലേക്ക് ബോൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലോങ് ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് റൈറ്റ് വിങ്ങിലേക്ക് ബോൾ എത്തിക്കുക. അപ്പൊ ബോളുമായിട്ട് പോകുന്ന സാക്കയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി 2 പേര് എപ്പോഴും കാണും. അപ്പൊ പുള്ളിക്ക് ഈസി ആയിട്ട് കട്ടിൻ ചെയ്തുകൊണ്ട് ആ പാസുമായിട്ട് പോസ്റ്റിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും സാക്ക ചെയ്യുന്നത് ബോൾ റിസീവ് ചെയ്ത് ഒരു കുറച്ച് റൺ ചെയ്ത് സ്കോറായിട്ട് ആ പാസ് മിഡ്ഫീൽഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ നിന്ന് അത് കണക്ട് ചെയ്തുകൊണ്ട് ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റിന് പുറത്ത് നിന്ന് ട്രൈ ചെയ്യുക. ഇതൊക്കെ ആർസണൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫിലും ആർസണലിന്റെ സൈഡിൽ നിന്ന് ചാൻസുകൾ വന്നിരുന്നു, പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വന്നതോടെ കുറച്ചുകൂടി ഇന്റൻസിഫൈ ആയിട്ടുള്ള പെർഫോമൻസ് ആർസണൽ സൈഡിൽ നിന്ന് വന്നു. മെറീനോയുടെ ഒരു ഗോൾ വന്നു, അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് ആയത് കാരണം അത് സ്റ്റോപ്പിംഗ് ചെയ്യപ്പെട്ടു. പിന്നീട് ഒരു ത്രൂ ബോൾ ഒക്കെ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാർട്ടിനാലി ലെഫ്റ്റ് സൈഡിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, 1-2 പാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ട്രോസാർഡിന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഡൊണറുമയുടെ ഒരു ഇൻഡിവിജ്വൽ സേവ്സ് തന്നെയാണ്. പുള്ളി ഇന്നലെ ചെയ്തിട്ടുള്ള 3-4 സേവ്സ്, 1-2 ഓഫ് സൈഡ് സേവ്സും ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഡൊണറുമ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഡൈവ് ചെയ്തിട്ട് ഫിംഗർ ടച്ച് സേവ് ഒക്കെ പുള്ളി പുറത്തേക്ക് അടിച്ച് കളഞ്ഞത് PSG നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളിയിൽ പിടിച്ചു നിൽക്കാൻ PSG കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ 2-3 കിഡിലൻ ചാൻസുകൾ ആർസണൽ ക്രിയേറ്റ് ചെയ്ത് 1-on-1 ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ ഡൊണറുമ അനുവദിച്ചില്ല. PSG ഡിഫൻസ് വളരെ സോളിഡ് ആയിട്ട് തന്നെ ബാക്ക് എൻഡ് ചെയ്തുകൊണ്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് സിറ്റുവേഷൻ ആർസണലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു അഡ്വാൻറ്റേജ്, കാരണം എമിറേറ്റ്സിൽ വന്നിട്ട് കളിക്കുന്ന PSG പ്രഷറിലാക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് ആർസണൽ ലൂസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കളി അവസാനിക്കുമ്പോൾ 1-0 എന്ന ലീഡോടെ PSG ചെറിയൊരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞ അവേ മത്സരത്തിൽ പോയിട്ട് ഇനി 2-0 അല്ലെങ്കിൽ 2-1 ഒരു റിസൾട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം PSG ഹോമാണ്. അവരിപ്പോൾ കളിക്കുന്ന സ്ട്രാറ്റജി വെച്ച് നോക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമിൽ എങ്ങനെ കളിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർട്ടെ സെക്കൻഡ് ലെഗിൽ തിരിച്ചു വരും. അപ്പോൾ മെറീനോക്ക് കുറച്ചുകൂടി ഒഫൻസീവ്ലി മുമ്പോട്ട് പോകാനുള്ള ചാൻസ് കിട്ടും. പക്ഷേ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ബാക്ക് ഫെയർ ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ബാർക്കോൾ ഇറങ്ങിയതിന് ശേഷം പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള റണ്ണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു 2-3 ഗോളൊക്കെ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി സെക്കൻഡ് ഹാഫിൽ PSG ക്രിയേറ്റ് ചെയ്തു. പക്ഷേ 1-0 ലീഡ് സ്റ്റിൽ ഗുഡ്. പക്ഷെ ആർസണൽ പുറത്തു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇല്ല. പക്ഷെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു അവേ മത്സരമായിരിക്കും. അവരുടെ മെന്റാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മത്സരമാണ് ഇനി പാരീസിൽ വരാൻ പോകുന്നത്. ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം
എല്ലാ എന്താ പറയുന്നത് എക്സ്പീരിയൻസും മുന്നോട്ട് വെക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.